ഇവനാണ് ഏറ്റവും ഭംഗിട്ടോ, ഏറ്റവും സ്പോട്ടും കാര്യങ്ങളും വന്നിട്ടുള്ള ഇവനാണ്. കണ്ടോ? ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പം നിങ്ങൾ വിചാരിക്കണ്ടോ എങ്ങോട്ട് ഈ ഡബ്ബയും കുലുക്കി പോണതെന്ന്? ഇത് നമ്മുടെ മൊയ്യിൻ്റെ തീറ്റ കേട്ടോ. അപ്പോൾ നമ്മൾ ഒരു ചെറിയ മണിമണിയുള്ളത് വാങ്ങിയിരുന്നു. അത് കഴിക്കുന്നില്ല. പിന്നെ നോക്കിയപ്പോഴാണ് അത് ഗപ്പിക്കുള്ളതാണെന്ന് മനസ്സിലായത്. അപ്പോൾ അത് നമ്മുടെ നാടൻ വരാലിൻ്റെ ഒപ്പം ഒരു മീനെയും കൂട്ടിയിട്ടുണ്ട് കേട്ടോ. അത് ഏത് മീനാണെന്ന് ഗസ് ചെയ്ത് കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ അത് ഈ കുളം ഒന്ന് വറ്റിച്ച് പുതിയ ഫ്രഷ് വാട്ടറൊക്കെ ഇടലാണ് നമ്മളെ തിന്ന് പണി കേട്ടോ. അപ്പോൾ എന്തായാലും സെറ്റാക്കണം. അപ്പോൾ ഗൈസ്, അപ്പോൾ ഇതാണ് നമ്മൾ ഇപ്പോഴത്തെ കുളത്തിൻ്റെ അവസ്ഥ. കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് കണ്ടറിയാം. ഇതേ കണ്ടില്ലേ, അത് ഒളിച്ചിരിക്കാനൊക്കെ വെച്ചതാട്ടോ ഗൈസ്. അപ്പോൾ അതേ ഒളിച്ചിരിക്കാനും കാര്യങ്ങളും. ആ ഗൈസ്, സക്കറ് ഗൈസ് അടിപൊളി. ഞാൻ മരിച്ചെന്ന് വിചാരിച്ച സക്കർ ഗൈസ്. ഇവനെങ്ങനത്തിൽ പെട്ടെന്ന് അറിയത്തില്ല. എന്തായാലും അടിപൊളിയുണ്ട്. അപ്പോൾ ഗൈസ് നമുക്ക് എന്തായാലും സെറ്റപ്പ് ആക്കാം. നമുക്കത് ഈ സാധനങ്ങളൊക്കെ ഒന്ന് എടുത്ത് വെക്കട്ടെ. അത് ആ ഓടിൻ്റെ ഉള്ളിലോട്ടോ. അപ്പോൾ നമുക്ക് ഈ വാഴൻ്റെ എല്ലാം കാര്യങ്ങളൊക്കെ ഒന്ന് റിമൂവ് ചെയ്തിട്ട് സെറ്റപ്പ് ആക്കാം കേട്ടോ. മറ്റേ വലിയ വാഴൻ്റെ ഉള്ളിലാണ് എല്ലാ സ്പോട്ടും എടുക്കാനായിട്ട് ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് അതും സെറ്റപ്പ് ആക്കണം. അപ്പോൾ എന്തെങ്കിലും കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഗൈസ് ഇതിൽ കുറച്ച് വെള്ളം നിറയ്ക്കട്ടെ കേട്ടോ, എന്നിട്ട് നമുക്ക് സെറ്റപ്പ് ആക്കി തരാം. അപ്പോൾ ഗൈസ് ഇതേ നമ്മൾ കുറച്ച് വെള്ളം കയ്യിൽ നിറച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ കാണിച്ചു തരാം കേട്ടോ. ഇത്ര നമ്മുടെ വിരലിൻ്റെ എത്ര മാത്രമേ നമ്മൾ വെള്ളം നിറച്ചിട്ടുണ്ടാവുള്ളൂ. കാരണം കുട്ടിയായിരുന്നപ്പോൾ വാങ്ങിയതല്ലേ, അപ്പോൾ അത്രയും വെള്ളം മതി എന്ന് വിചാരിച്ച് ഞാൻ അത്രയും നിറച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ഇപ്പം അത് അങ്ങ് നല്ല രീതിയിൽ സൈസ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈറ്റകൾക്ക് മലറിനൊക്കെ നീന്തേണ്ട അവസ്ഥ ഒന്ന് രണ്ടെണ്ണത്തിന് വന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇന്ന് ഇന്നലെ മാറ്റാൻ വിചാരിച്ചത്, ഇന്നലെ ചില പരിപാടി കാര്യങ്ങളായതുകൊണ്ട് ഇന്ന് മാറ്റാൻ പറ്റി. ഇന്നലെ മാറ്റാൻ പറ്റിയില്ല, അപ്പോൾ ഇന്ന് മാറ്റാൻ ചോദിച്ചു. അപ്പോൾ നിങ്ങൾക്ക് സക്കറിനെ കണ്ടേ, ഞാൻ സക്കറിനെ കാണിച്ചു തരാം കേട്ടോ. നിങ്ങൾക്ക് ഇതേ ഞാൻ ആ ഓടും കഷ്ണത്തിൻ്റെ ഉള്ളിലാണ് സക്കർ ഒളിച്ചിരിക്കുന്നത്. അപ്പം ഞാൻ എന്തായാലും കാണിച്ചു തരാം കേട്ടോ. ഓട് മാറ്റിയിട്ട് കണ്ടോ ഗൈസ്, അതാണ് സക്കർ. കണ്ടില്ലേ? അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് പോയിട്ടുണ്ട്. ഇങ്ങനെയാണ് ഗൈസ് എക്സ്പെൻസ്. കണ്ടോ? അല്ല 4 കുട്ടന്മാരുണ്ട് കേട്ടോ. എല്ലാവരും നല്ല രീതിയിൽ സൈസ് വെച്ചിട്ടുണ്ട്. അപ്പം അമ്മക്ക് എന്തായാലും ഓരോന്നിനും പൊടിക്കാം കേട്ടോ. അപ്പോൾ എന്തായാലും പൊടിക്കുന്ന സാധനം കാണിച്ചുതരാം. അപ്പോൾ ഗൈസ് കുറേ നേരമായപ്പോൾ നിങ്ങൾക്ക് ബോറടിക്കേണ്ട വെച്ചിട്ട് ഞാൻ കാണിച്ചു തരണം കേട്ടോ. അപ്പോൾ ഗൈസ് ഇതാണ് സക്കർ. അപ്പോൾ സക്കറിനെ കിട്ടിയിട്ടുണ്ട് നമുക്ക്. സക്കറിനെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ളവർ പഠിക്കട്ടെ. അപ്പോൾ അതേ ഗൈസ് അവരെ പിടിക്കുന്ന ചില്ലറ പാടൊന്നുമല്ല കേട്ടോ. അപ്പോൾ നമുക്ക് നിങ്ങളെന്തായാലും ബോറടിപ്പിക്കരുത്, അതാണ് എൻ്റെ മെയിൻ ലക്ഷ്യം. അപ്പോൾ നമുക്ക് ഞാൻ പിടിക്കണ ഇവരെ മെയിനായിട്ട് കിട്ടാത്തതിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ ഇവർ ഭയങ്കര വെഹിക്കലാണ്. പിന്നെ ഇവർ ചെറുതുവാണല്ലോ, അപ്പോൾ സൈസും ഇല്ല, ഭയങ്കര വെഴുക്കലാണ് ഇവരെ. പിന്നെ ചിലതിൻ്റെ മുള്ളും കല്ലും വന്നിട്ടുണ്ട്. അപ്പോൾ ഇവർ തിരിഞ്ഞൊന്ന് കൊത്തിയ കൈ എന്തായാലും വെട്ടുട്ടോ, അത് ഉറപ്പാണ്. ഒന്നിനായിട്ട് ചെറിയ മുള്ളും കല്ലും വന്നിട്ടുണ്ട് കേട്ടോ. അവൻ കുത്തിയാൽ എന്താ ഉണ്ടാവുള്ളൂ, എന്നാലും മുറിയൊന്നും ഉണ്ടാവില്ല. ചിലപ്പോൾ ഒന്ന് ചോര പൊടി എത്ര ഉണ്ടാവത്തുള്ളൂ, അല്ലാതെ വലിയ വേനൊന്നും കാര്യങ്ങളൊന്നും ഉണ്ടാവത്തില്ല. അപ്പം നമുക്ക് എന്തായാലും സെറ്റപ്പ് ആക്കാം കേട്ടോ. ഞാനിതിൽ ഈ വെള്ളം നിറയ്ക്കാന്ന് വെച്ചിട്ട് സക്കറിനിടാനാട്ടോ. മറ്റേലിട്ടെങ്കിൽ ചിലപ്പോൾ ഈ മുയ്യും കുട്ടികളെയും കൂടി ഇട്ടാൽ സക്കറിന് ചിലപ്പോൾ അവർ അടി കൂടും കേട്ടോ. മുറിഞ്ഞിട്ടാ, മുറിഞ്ഞ് മുറിഞ്ഞ് ഗായ്സ്. കടിച്ചിട്ടാ, ഞാൻ മുള്ളൂന്ന് പറഞ്ഞില്ല, അപ്പം തന്നെ കടിച്ചിട്ടാ. ചെറിയ വേദനയുള്ളൂ. ഞാൻ ബാക്കിയുള്ളവനെ പിടിക്കണൊക്കെ എങ്ങനെയെങ്കിലും കയ്യിൽ പിടിക്കാൻ നോക്കിട്ടാ. ഇവനാണ് ഏറ്റവും വലുതിട്ടാ. ഇവനെന്നെ കുത്തി തന്നെ കടച്ചിലാട്ടോ. ഇവൻ ഏറ്റവും ഭംഗി കണ്ണൊന്നും കുത്തല്ല മോനെ, പാവാണേട്ടൻ. ഇത് ഇവനാണ് ഏറ്റവും ഭംഗിട്ടോ, ഏറ്റവും സ്പോട്ടും കാര്യങ്ങളും വന്നിട്ടുള്ള ഇവനാണ്. കണ്ടോ? അങ്ങനെ അവസാനത്തേനെയും കിട്ടിയിട്ടാ.
കൈ നല്ല കടച്ചിലുണ്ട് കേട്ടോ, വീഞ്ഞും തോന്നുന്നത്. ഗൈസ് ഞങ്ങൾക്ക് കാണിച്ചു കേട്ടോ, അതെ കണ്ടില്ലേ. ഇപ്പോൾ ഗൈസ് ഇത്രയും നേരം നിങ്ങൾ ഇതിലാട്ടോ കണ്ടേ, ഇങ്ങനെ ഗൈസ് കണ്ടില്ലേ, കയ്യണ്ടില്ലേ ഗൈസ് കടച്ചിട്ട് അവർ നായ്ക്കൾ. അപ്പോൾ അവരിങ്ങനെ എന്തിനേം കൊണ്ടെങ്കിലും മൂടണം കേട്ടോ. അപ്പം ഞാൻ വരെ ഇതും കൊണ്ട് മൂടി കാണിച്ചു കേട്ടോ. വരെ മൂടില്ലെങ്കിൽ ചാടും ഗൈസ്. ഇവിടെ മൂടിയിട്ടുണ്ടെങ്കിൽ ചക്കറിനെ കാണിച്ചില്ല. ചക്കര ഉണ്ടല്ലേ, ചക്കര അടിയിലായിട്ട് നിൽക്കുന്നുണ്ട്. ഞാൻ അങ്ങനെ മരിച്ചു വിചാരിച്ചു. ഒരു മുറിവ് കാര്യങ്ങളൊന്നുമില്ല. അതെ എന്തായാലും നമുക്ക് സെറ്റാക്കട്ടെ. ബാക്കി വന്നിട്ടുണ്ട് ഗൈസ്. ഇത് കഴുകി നമ്മൾ കുട്ടപ്പനാക്കിയിട്ടുണ്ട്. നല്ല രസമല്ല കാണാൻ ഗൈസ്. ഇപ്പോൾ ഇത് കണ്ടില്ലേ കുളം എങ്ങനെയാണ്. നിങ്ങളിവിടെ നിന്ന് കാണിട്ടോ. നമുക്ക് എന്തായാലും സെറ്റപ്പ് ആക്കാം. ഈ ചാക്കൊക്കെ ഒന്ന് വിരിക്കണം, അതിൻ്റെ മണ്ടയിൽ കൂടെ കിട്ടണെല്ലാം വിരിക്കണം. അപ്പോൾ എന്തായാലും സെറ്റാക്കാം. ഓക്കെ. അപ്പോൾ നമ്മുടെ കുളം ഏകദേശം സെറ്റായിട്ടുണ്ട്. ഇങ്ങനെയാണ് നമ്മുടെ കുളം വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ശരിക്കാണ് അതിനായിട്ട് സ്റ്റൂളൊക്കെ വെച്ചുതരാം. ഇനി അവിടുന്ന് അവിടെ ഒരു പൈപ്പുണ്ട്, അങ്ങ് ദൂരം എന്നല്ല അവിടുന്ന് വെള്ളം എടുത്ത് കൊണ്ടുവരണം. അപ്പോൾ അതൊന്ന് സെറ്റാക്കിയിട്ട് വരാട്ടോ. കുറച്ച് കഴിയുമ്പോൾ ഫോണൊന്ന് ഓഫായി. ഇത് കണ്ടില്ലേ ഇത്രയും വെള്ളം നിറച്ചിട്ടുണ്ട് കേട്ടോ. അതായത് എൻ്റെ ഏകദേശം ഉള്ളത് ഇത്രത്തോളം ഉണ്ട് കേട്ടോ വെള്ളം. ഇതവർക്ക് സ്വർഗ്ഗമായിരിക്കുള്ളൂ, ഉറപ്പാണ് ഗൈസ്. അപ്പം ഇനി ഇതിലൊരു വീടുണ്ട്, ഒറ്റൊരു വീടല്ലോ കേട്ടോ. അതിനെ ഞങ്ങൾക്ക് കാണിച്ചു തരാം. നമുക്കിത് ഇവരെ പിടിക്കാട്ടോ. ഇത് ഇങ്ങോട്ട് മെല്ലെ ആക്കിയിട്ടുണ്ട്. നമുക്ക് പിടിക്കാട്ടോ ഇവരെങ്ങനെ. ഇങ്ങോട്ട് വേടാ, ഇങ്ങോട്ട് വേടാ. ഒന്നിനെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇത് മെല്ലെ ഇങ്ങനെ വെച്ചിട്ട് റിലീസ് ചെയ്തിട്ടാകും പോയിക്കോട്ടെ. ഇത് നമ്മളത് വലിയവനെ പിടിക്കുക. ഇവനായിട്ട് പിടിക്കണേ. ഇവനെ വലുദേവനത്തിനെ കിട്ടിയിട്ടുണ്ട്. ഇത് ഇവന്മാരെയും കൂടി നെറ്റാക്കി നമ്മുടെ പരിപാടി ഏകദേശം കഴിഞ്ഞിട്ടാ. ഇവിടെ ഇവനെയായിരിക്കും പിടിക്കാൻ പാട്.
ഇവരുണ്ടോ നല്ല കമ്പനി കാര്യങ്ങളൊക്കെ. മെയിനും ഫീമെയിലൊന്നും നടത്തില്ല. നോക്കെന്തായാലും വാടാ അപ്പോൾ ഗൈസ് ബാക്കി നടന്നത് പിടിക്കാൻ വന്നത് കിട്ടിയില്ല. കാരണം അപ്പോഴേക്കും നമ്മുടെ ക്യാമറ അത് ഓഫായിട്ടോ. സക്കറാണ് ഇവനെയും വിടാട്ടോ നമ്മളങ്ങനെ. ഗൈസ് ഇവർ സെറ്റായിട്ടുണ്ട്. ഇതേ ഒരുത്തനൊക്കെ വീട്ടിൽ പോയിട്ടുണ്ട് കേട്ടോ. ഒരുത്തന് വീട്ടിലും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോ ഇത്രയും കാര്യങ്ങളുള്ളൂ. എല്ലാവരും ലൈക്ക് ആൻഡ് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വരുന്ന എല്ലാവർക്കും ബായ്.